പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. യേശു പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ദൈവപുത്രനായ യേശുവും യേശുവിന് മുൻപ് വന്ന പ്രവാചകന്മാരും നമ്മോട് ആവശ്യപ്പെടുന്നത് അനുതപിക്കാനാണ്. എന്തുകൊണ്ടാണ് അനുതപിക്കുവാൻ ആവശ്യപ്പെടുന്നത്? ഭൂമിയിൽ തിന്മ വർദ്ധിച്ചു. ഉൽപ്പത്തി 6:5 ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയുമെല്ലാം ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. അതുകൊണ്ടാണ് ജനങ്ങളോട്, നമ്മോട് ഓരോരുത്തരോടും അനുതപിക്കുവാൻ ആവശ്യപ്പെടുന്നത്. ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ജീവിതവുമാണ്. വചനമാകുന്ന യേശു വരുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ്. അത് മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. അപ്പോൾ ആ വചനത്തിൽ വിശ്വസിക്കുവാനാണ് യേശുനാഥൻ ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും യോഗങ്ങളെയും തിരിച്ചറിയുന്നതാണ്. യേശുവിൻ്റെ വചനങ്ങൾ ജീവനുള്ളതാണ്. വചനം യേശു തന്നെയാണെന്ന്, ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം തന്നെയായ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ തെറ്റുകൾ തിരുത്തി നമ്മെ ദൈവിക നീതിയിൽ വളർത്തുവാനാണ്. അപ്പോൾ മാത്രമാണ് നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് യേശുവിൻ്റെ പ്രബോധനങ്ങൾക്കോ സുവിശേഷത്തിനോ വലിയ വില കൊടുക്കാത്തൊരു കാലഘട്ടമാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ് യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ്. അതോടൊപ്പം നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് കഴിയുന്നതും ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 21-22 തിരുവചനങ്ങളിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്, നാം എന്താണ് ചെയ്യേണ്ടത്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരാകുവിൻ എന്നാണ് യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുന്നത്. വെറുതെ വചനം കേട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി തെറ്റുകൾ തിരുത്തി ദൈവഹിതപ്രകാരമാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും തരണം ചെയ്ത് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറയുമ്പോൾ നമുക്ക് പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും ഉണ്ടാകും. വചനങ്ങളെ നമുക്ക് ഓർമ്മിപ്പിച്ച് തരുന്നതും പരിശുദ്ധാത്മാവാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.